കേരള വിഷൻ സംരംഭക കൺവെൻഷൻ തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പു നൽകി. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കിയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമത് എത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത്. വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബെഹന്നാൻ MP പറഞ്ഞു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരള വിഷൻ്റെ പരിപാടി ഞാൻ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. കൂടുതലും പങ്കെടുത്തത് മാളയിൽ ആണ്. ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു. പ്രസംഗം ആവേശകരമായിരുന്നു എന്ന് മാത്രമല്ല, വളരെ കോൺഫിഡൻറ്റോടു കൂടിയാണ് സുരേഷ് പറഞ്ഞത്. ആ കോൺഫിഡൻ്റാണ് ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും അനിവാര്യമായത്. ഇവിടെ ബഹുമാനായ ശ്രീ പോൾ തോമസിൻ്റെ ഒരു വിഷയമുണ്ട്, എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോൾ തോമസ് അതിൻ്റെ ഒരു മാതൃകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ 35 വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് ചടങ്ങിൽ COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷനെന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോഞ്ചിങ് MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. ഇസാബ് ഗ്രൂപ്പ് MD പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. മീഡിയ ടൈം തൃശൂർ.